ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഈ വീഡിയോയിലുണ്ട്. ദുബായിലെ സെക്കൻഡ് ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ റേഡിയോ കേരളം എഫിലേക്ക് പോവുകയാണ്. ശ്രുതി രജനീകാന്ത് ഹോസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാം ആയിരുന്നു. നമ്മുടെ ജങ്കാറിൻ്റെ ഹോൾ ടീം ഉണ്ടായിരുന്നു വിശേഷങ്ങൾ റേഡിയോ കേരളവുമായിട്ട് ഷെയർ ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് ആ പ്രോഗ്രാം കഴിഞ്ഞൊരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അതിനും ശേഷം ഞങ്ങൾ റാസൽ ഖൈമയിലേക്ക് എത്തി. ശ്വേതാമ്മ വന്നില്ല, ഇവിടെ ഞങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഓപ്റ്റിക്കൽസിൻ്റെ ഒരു ഇനാഗുറേഷൻ ആയിരുന്നു. അതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങൾക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടോ ഇവിടുന്ന്, അത് പിന്നെ ഞാൻ കാണിക്കാം. ശേഷം നമ്മുടെ പ്രോഗ്രാം ഈവനിങ് ആയിരുന്നു നമ്മുടെ ട്രെയിലർ ലോഞ്ച് റാസൽ ഖൈമയിലെ സഫാരി മാളിൽ. എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ സിനിമയിൽ തന്നെ ഒരു ട്രെയിലർ ലോഞ്ച് ഫസ്റ്റ് ടൈമാണ് റാസൽ ഖൈമയിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ ഒരുപാട് ഫാമിലീസ് ആൻഡ് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഫംഗ്ഷന്. വളരെ ഗംഭീരമായി തന്നെ നമ്മുടെ പ്രോഗ്രാംസൊക്കെ നടന്നു. യു എയിൽ തന്നെ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ മൂവിയിലെ പഞ്ചാബി സോങ്സ് ഒക്കെ പ്ലേ ചെയ്തു. കുറച്ച് കുട്ടികളൊക്കെ അവിടെ ഡാൻസ് ചെയ്തു. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ദുബായിലേക്ക് വന്നു. അവിടെ ബുർജ് ഖലീഫയിൽ അർമാൻ പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പബ്ബുണ്ട്. അവിടെ ഒന്ന് ചെന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തു. ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാനൊരു പബ്ബിൽ പോകുന്നത്. അപ്പം ഭയങ്കര രസമായിരുന്നു, ഒരു കൗതുകമായിരുന്നു ആദ്യമായിട്ട് എല്ലാം കാണുമ്പോൾ. ഞങ്ങളുടെ ടീമെല്ലാം ഉണ്ടായിരുന്നു, രേണു കൊണ്ട് കൂടെ. ഞങ്ങൾ ജസ്റ്റ് ഡാൻസൊക്കെ ചെയ്തു. പിന്നെ അഭിലാഷേട്ടനെ അവിടെ വെച്ച് കണ്ടു, റൈറ്റർ സംസാരിച്ച് കുറേ നേരം സെൽഫിയൊക്കെ എടുത്തു. ശേഷം റൂമിലേക്ക് വന്നു. ഈ ഒപ്റ്റിക്കൽസിൽ നിന്ന് ഒരു ചെറിയ ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് നോക്കി. പിന്നെ അവിടെ നിന്നൊരു സ്പെക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നല്ല ഒരു കംഫർട്ടബിളായിട്ടുള്ളൊരു സ്പെക്സ് ആയിരുന്നു കേട്ടോ. അതാ നോക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഒരു ദിവസത്തെ വിശേഷങ്ങളൂടെ ബാക്കിയുണ്ട് ദുബായിൽ. അത് ഇനി നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. താങ്ക് യു സോ മച്ച്.